നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ഡ്രൈവറാണോ, സ്വന്തമായിട്ടൊരു വാഹനമുണ്ട് എങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ക്യാമറ എങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക. കാരണം വേറൊന്നുമല്ല, റോഡിലോട്ട് വാഹനവുമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഏത് സമയത്തും എന്ത് പ്രശ്നവും ഉണ്ടാകും. പല സ്വഭാവമുള്ള ആളുകളാണ് റോഡിലോട്ട് വണ്ടിയുമായിട്ട് ഇറങ്ങുന്നത്. നമ്മുടെ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും പലപ്പോഴും പലരും നമ്മുടെ നേരെ കൈ ചൂണ്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഓൾറെഡി പലയിടത്തായിട്ട് പല വിഷയങ്ങൾ ഇങ്ങനെ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വാഹനത്തിലൊരു ഡാഷ് ക്യാം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൂഫ് ആയിട്ട് ഈ ഡാഷ് ക്യാമിലെ റെക്കോർഡിംഗ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പുതിയ മോഡൽ വാഹനങ്ങളിലൊക്കെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ക്യാമറയുടെ സെറ്റപ്പുകളുണ്ട്. എന്നാൽ ഒത്തിരി പഴയ വാഹനങ്ങളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ സെറ്റപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ഡാഷ് ക്യാം വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡാഷ് ക്യാമിന് ഏകദേശം 1999 രൂപയാണ് വില. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയും. ഇതിന്റെ ഡേ വിസിബിലിറ്റി, നൈറ്റ് വിസിബിലിറ്റി, അതേപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഒരു വാറണ്ടി കാർഡ് യൂസർ മാനുവൽ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതേപോലെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്റർ കാറിന്റെ ലൈറ്റർ പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ബോക്സിലുള്ളത് നമ്മുടെ മെയിൻ യൂണിറ്റ് ക്യാമറയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണിത്. ഇനി നമുക്ക് ക്യാമറയുടെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതേപോലെ ക്യാമറയിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് നൽകിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിന്റെ സൈഡിലായിട്ട് ഒരു USB പോർട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടുത്തായിട്ട് ഒരു SD കാർഡ് സ്ലോട്ടും കാണാൻ സാധിക്കും. 128 GB വരെയുള്ള മെമ്മറി കാർഡ് ഇതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മിനിമം ഒരു ക്ലാസ് 10 മെമ്മറി കാർഡുകൾ ഇതിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ക്വാളിറ്റിയോടെ നമുക്ക് കണ്ടന്റ് ലാഗൊന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്ലാസ് 10 തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ബാക്ക് ക്യാമറയോടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പോർട്ട് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ഷൻ എടുത്തുകൊണ്ട് റെയർ ക്യാമറയും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ക്യാമറയുടെ ഈ ഒരു സൈഡിലായിട്ട് കുറെ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു മൈക്കും സ്പീക്കറും ഇവിടെ തന്നെ ഇതിനടുത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ G സെൻസർ ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് എമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു സമയത്തെ വീഡിയോകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോൾഡറിൽ മെമ്മറിയിൽ സൂക്ഷിക്കും. ഇങ്ങനെ G സെൻസർ ആക്റ്റീവ് ആയിട്ട് ക്രിയേറ്റ് ആവുന്ന വീഡിയോകൾ ഒരു സ്പെഷ്യൽ ഫോൾഡറിലായിരിക്കും സേവ് ആയിട്ടുള്ളത്. ഇനി മെമ്മറി കാർഡ് ഫുള്ളായി ലൂപ്പ് ഡിലീറ്റിൽ പഴയ വീഡിയോകളൊക്കെ ഡിലീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു G സെൻസർ ആക്റ്റീവ് ആയിട്ട് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോകളൊന്നും തന്നെ ഡിലീറ്റ് ആകത്തില്ല. അത് പെർമനന്റ് ആയിട്ട് അവിടെ സേവ് ആയിരിക്കും. നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് നോക്കാനും അത് കണ്ടുപിടിക്കാനും അത് എടുക്കാനും സാധിക്കുകയും ചെയ്യും. പിന്നെ 1 ക്ലിക്ക് ഓഡിയോ റെക്കോർഡിന്റെ ഒരു ഫംഗ്ഷൻ കൂടെ നൽകിയിട്ടുണ്ട്. ക്യാമറയുടെ സൈഡിലായിട്ട് ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൂടെ ഈ ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ക്യാമറ നമ്മുടെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ക്യാമറയിൽ നൽകിയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പിന്റെ സ്റ്റിക്കർ മാറ്റിയതിനു ശേഷം മിററിൽ ഏത് ഭാഗത്താണോ ഏറ്റവും നല്ല വിസിബിലിറ്റി കിട്ടുന്നത് ആ ഒരു ഭാഗത്തേക്ക് ക്യാമറ ഫിക്സ് ചെയ്യുക. ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഫിലിം ഗ്ലാസ്സിൽ ഒട്ടിക്കണം. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്യാമറയുടെ സൈഡിലുള്ള ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കാതെ ഈ ഫിലിം ഒട്ടിച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ക്യാമറയുടെ ബാക്ക് സൈഡിലൂടെ ഈ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടത്. അപ്പൊ ഇതേപോലുള്ള 2 സ്റ്റിക്കറുകൾ നമുക്ക് ഈ ബോക്സിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു സ്റ്റിക്കർ ഇവിടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ സ്റ്റിക്കർ. ഞാൻ ഇതിന്റെ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. കാരണം ക്യാമറ ഇവിടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറയുടെ വിസിബിലിറ്റിയിൽ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു സൈഡ് ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ബ്ലർ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് അത്രയുടെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഈ സ്റ്റിക്കർ ഇതേപോലെ മൊത്തം ഒട്ടിച്ചു. അതിനുശേഷം ക്യാമറയിൽ നൽകിയിരുന്ന റെഡ് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഫിലിം ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഞാൻ ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിലിം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമറ മൊത്തത്തിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം മറ്റൊരു ഫീച്ചർ കൂടി ഇതിൽ നൽകിയിരിക്കുന്നത് നമുക്ക് ക്യാമറ ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആ ഒട്ടിച്ചു വെച്ച ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്കർ ഉണ്ടല്ലോ അത് ഈ ഗ്ലാസ്സിൽ തന്നെ നിൽക്കും. ക്യാമറ മാത്രമായിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് തിരിച്ചിടണമെന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഈ രീതിയിൽ ഇങ്ങനെ നമുക്കിത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സൈഡിലായിട്ട് ലോക്ക് ബട്ടനോടെ നൽകി. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ക്യാമറയുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഇത്രയും നമുക്ക് പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം, ഇങ്ങനെ ഇത് ലോക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാമറയുടെ പൊസിഷൻ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള അഡാപ്റ്റർ കാറിന്റെ ലൈറ്റർ പോർട്ടിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം കേബിൾ നേരെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ ക്യാമറ നമ്മുടെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ഈ നൽകി
നൽകിയിട്ടുള്ള വയർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിലൂടെ നമുക്ക് ഹൈഡ് ചെയ്തുകൊണ്ട് ഈ ലൈറ്റർ പോർട്ടിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നിടത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവരത് വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ആക്കി തരികയും ചെയ്യും. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്യാമറയുടെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ GPS കണക്ടിവിറ്റി ഇല്ല, വിത്തൗട്ട് GPS ആണ്. ഇതിൽ എത്ര മെഗാപിക്സൽ ക്യാമറയാണെന്ന് മാത്രം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യില്ല. 3 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ ക്യാമറയിൽ 140 ഡിഗ്രി വൈഡ് ആംഗിളിലാണ് വീഡിയോകൾ ക്യാപ്ചർ ആകുക. ഇനി എങ്ങനെയാണ് ക്യാമറ നമ്മൾ മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് നമുക്ക് യൂസർ മാനുവലിൽ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ ആഡ് ക്യാമറ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസ് എല്ലാം അലോ ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇതിന്റെ വയറൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അതിനുശേഷം മൊബൈലുമായിട്ട് ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ അതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വൈഫൈ സെറ്റിംഗിലേക്ക് വരിക. ഇവിടെ G9E614DF എന്ന് പറയുന്ന ഒരു വൈഫൈ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മുടെ ക്യാമറയുടെയാണ്. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യണം. പാസ്വേഡ് ഇവിടെ 1 2 3 4 5 6 7 8 വരെയാണ് പാസ്വേഡ്. എല്ലാ ക്യാമറയ്ക്കും ഈ ഒരു പാസ്വേഡ് തന്നെ ആയിരിക്കും. നമ്മളത് കൊടുത്ത് കണക്ട് ചെയ്തു. ഇപ്പൊ വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ ക്യാമറ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ക്യാമറ ചെറുകെ ഒന്ന് മൂവ് ചെയ്യാം. നോക്കുക, കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം സ്ക്രീനിൽ മൊബൈലിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സെറ്റിംഗ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ സെറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സെറ്റിംഗ്സുകൾ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്പീക്കർ വോളിയം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റും. വീഡിയോ റെസൊല്യൂഷൻ എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഹൈ റെസൊല്യൂഷൻ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ലൂപ്പ് റെക്കോർഡിംഗ് എത്ര മിനിറ്റ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ആയിട്ട് 3 മിനിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ 5 മിനിറ്റ്സ് ആക്കിയാണ്. കൊളീഷൻ സെൻസിംഗ് നമുക്ക് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അത് ഏത് മോഡിലാണ് ഇടേണ്ടത്, മീഡിയം ആണോ ലോ ആണോ ഹൈ ആണോ എന്നുള്ളത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ടൈം ഈ ക്യാമറയിൽ SD കാർഡ് ഇടുമ്പോൾ ഇവിടെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. അത് ഞാൻ ഇവിടെ ഫോർമാറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ ഹോം പേജിൽ ചില ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഇനി നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതിന് താഴെയായിട്ട് നമുക്ക് ഇപ്പം ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഫോട്ടോ ക്യാപ്ചർ ആവുകയും അത് ഇവിടെ സേവ് ആവുകയും ചെയ്യും. ഇവിടെ ക്യാമറ ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോ ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ആവുന്നത് ഈ ഡാഷ് ക്യാമിന്റെ മൈക്കിലൂടെയാണ്. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോയുടെ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. ഒരുമാതിരി, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല ക്വാളിറ്റി തന്നെ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ HD റെക്കോർഡിംഗ് ആണ് ഇതിൽ നടക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെയൊക്കെ നമ്പർ വരെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു കാര്യം നോട്ട് ചെയ്തത്, നല്ല സ്പീഡിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അത്ര ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ നമ്പർ കാണാനായിട്ട് സാധിക്കുന്നില്ല. വലിയ സ്പീഡൊന്നും ഇല്ലാതാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ വണ്ടി പതുക്കെ ഒന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞപ്പം ആ പോകുന്ന വാഹനങ്ങളുടെയൊക്കെ നമ്പർ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. സാധാരണ ഇതേപോലത്തെ ഡാഷ് ക്യാം ഉപയോഗിക്കുമ്പം ചില ക്യാമറകൾക്കുള്ളൊരു പ്രശ്നമാണ്, അതായത് നമുക്ക് എക്സ്പോഷർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും ക്യാമറയ്ക്ക്. അതായത് ഒരേ വെട്ടമായിരിക്കത്തില്ലല്ലോ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ. ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വണ്ടി പോകുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ വരുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പല കളറുകൾ വരുന്നത് കണ്ടിട്ടുണ്ട് ചില ഡാഷ് ക്യാമറ. ഈ ഒരു ഡാഷ് ക്യാമറ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ പോയാലും അതിനനുസരിച്ച് ക്യാമറ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ച് പോകുന്നത് അത്ര നല്ലൊരു റോഡിലൂടെയല്ല, കുറച്ച് ഇളകി പൊളിഞ്ഞ റോഡിലൂടെയാണ്. അപ്പം ക്യാമറയിൽ റെക്കോർഡ് ആവുന്നതിൻ്റെ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മുടെ കേരളത്തിലെ റോഡുകളുടെയൊക്കെ ഏകദേശം മിക്ക റോഡുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഈ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഏത് രീതിയിലായിരിക്കും റെക്കോർഡ് ആകുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നല്ല റോഡിൽ കയറി. ഇപ്പം ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കിക്കണം. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യാമിന്റെ നൈറ്റ് വിസിബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സിറ്റി സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ലൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ക്ലാരിറ്റിയോടുകൂടി നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് വീഡിയോകൾ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ആയിരിക്കത്തില്ലല്ലോ നമ്മൾ നൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ വരാം, അതേപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നുണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല ഇരുട്ടത്ത് നമ്മുടെ വാഹനത്തിന്റെ മാത്രം ലൈറ്റിംഗ്
ലൈറ്റിങ്ങിലൂടെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു വിസിബിലിറ്റി വരുന്നതെന്നൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു ചെറിയ ഇടവഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് ആണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളും ഉണ്ട്. ഈ വാഹനത്തിന്റെ ലൈറ്റിൽ നമ്മൾ ക്യാമറ ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ലൈറ്റിംഗ് കണ്ടീഷനിൽ മാറ്റം വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് ക്യാമറ ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സീനിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ് നമുക്ക് നൈറ്റിൽ ഈ ഒരു ഡാഷ് ക്യാമിലൂടെ ലഭിക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ആഴ്ച കൂടുതലായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ റെക്കോർഡായ വീഡിയോകളൊക്കെ എടുത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വലിയ കുഴപ്പമില്ല. കാരണം 4000 രൂപയുടെ താഴെയാണ് ഈ ഒരു ഡാഷ് ക്യാമിന്റെ വില. അപ്പം നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യാതെ 4000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ക്യാമറകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ആയിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് ക്യാമറകൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിന് മുമ്പ് ഉപയോഗിച്ച ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നിയത്. പിന്നെ ഈ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയിൽ റെയർ ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് പ്രൈസ് ഒരുപാട് കൂടുതലാവും. 14,000, 15,000, 16,000 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ഡാഷ് ക്യാമറകൾ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഈ ക്യാമറ വാങ്ങേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി പൈസ കൊടുത്തിട്ട് വലിയൊരു എമൗണ്ടിൽ ഭയങ്കര ഹൈ ക്വാളിറ്റി 4K റെക്കോർഡിംഗ് ഒക്കെയുള്ള ക്യാമറയിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 4K റെക്കോർഡിംഗ് പറയുന്ന ക്യാമറ ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ കാണത്തുള്ളൂ. കാരണം നമുക്ക് റോഡിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രൂഫായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെ എങ്ങും ലൈവ് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ക്യാമറ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ക്യാമറ ആയിരിക്കും നല്ലത്. റെയർ ക്യാമറ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ക്യാമറ മാത്രമേ ഉള്ളൂ. റെയർ ക്യാമറയും നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ല അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.